നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. T20 ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യ ന്യൂസിലാൻഡിനെ 96 റൺസിനെ വീഴ്ത്തിയാണ് ഇന്ത്യ കിരീടം നിലനിർത്തിയത്. ഇന്ത്യ ഉയർത്തി 256 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ന്യൂസിലാൻഡ് 19 ഓവറിൽ 159 റൺസിനെ ഓൾ ഔട്ടായി. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗ് നേടിയ ഇന്ത്യയെ സഞ്ജു സാംസന്റെ ഇന്നിംഗ്സാണ് കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. ഇഷാൻ കിഷാൻ, അഭിഷേക് ശർമ്മ എന്നിവരും നിർണായക പിന്തുണ നൽകി. 4 വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറയാണ് ന്യൂസിലാൻഡിനെ തകർത്തത്. T20 ലോകകപ്പിൽ ഇന്ത്യ ഉയർത്തുന്ന 3ാം കിരീടമാണിത്. തുടർച്ചയായി 2ാം തവണയാണ് ഇന്ത്യ T20 ലോകകപ്പ് ചാമ്പ്യന്മാരാവുന്നത്. ഇതോടെ T20 ലോക കിരീടം നിലനിർത്തുന്ന ആദ്യ ടീം എന്ന ചരിത്ര നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ബുംറയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്, പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി മലയാളികളുടെ അഭിമാനം സഞ്ജു സാംസണെയും തെരഞ്ഞെടുത്തു. ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമാനിയെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചു. ഇറാന്റെ പരമോന്നത സമിതിയായ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ ചരിത്രത്തിലെ 3ാമത്തെ പരമോന്നത നേതാവായാണ് മുജ്തബ തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ മുസ്തഫയുടെ സ്ഥാനാരോഹണത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. അമേരിക്കയുടെ അംഗീകാരമില്ലാതെ ഇറാന്റെ പുതിയ നേതാവിന് അധികകാലം തുടരാനാകില്ലെന്നും മുസ്തഫ തനിക്ക് അസ്വീകാരനാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ പുതിയ നേതാവ് ആരായാലും അവരെ ലക്ഷ്യം വെക്കുമെന്ന് ഇസ്രായേലും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ശത്രുക്കൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തിയാകണം നേതാവെന്ന അലി ഖമേനിയുടെ നിർദ്ദേശം പരിഗണിച്ചാണ് മുസ്തഫയെ തെരഞ്ഞെടുത്തതെന്ന് സമിതി വ്യക്തമാക്കി. ആരാണ് മുജ്തബ ഖമേനി? അറിയാം. ഇതുവരെ സർക്കാരിൽ ഔദ്യോഗിക പദവികൾ വഹിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലും പിതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസിലും മുജ്തബയ്ക്ക് വലിയ സ്വാധീനമാണുള്ളത്. 1969 മഷാദിൽ ജനിച്ച ഇദ്ദേഹം ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ സൈനികനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2019 അമേരിക്ക മുജ്തബയ്ക്ക് മേൽ ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. 2005 മുഹമ്മദ് അഹ്മദ് ഇറാന്റെ പ്രസിഡന്റായി ഉയർത്തിയതിന് പിന്നിൽ മുജ്തബയുടെ ബുദ്ധിയാണെന്നും കരുതപ്പെടുന്നു. 2009 തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ ഇദ്ദേഹം പങ്കുവഹിച്ചതായും ആരോപണമുണ്ട്. എന്തൊക്കെയായാലും ഇനി മുതൽ ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ സർവാധിപത്യം ഇനി മുജ്തബയുടെ കൈകളിലായിരിക്കും. ഇറാൻ സംഘർഷത്തെ തുടർന്ന് ആഗോള എണ്ണവില കുത്തനെ ഉയർന്നു. ഒരു ബാരൽ എണ്ണയുടെ വില $110 മുകളിലെത്തി. അതേസമയം ലോകത്തെ പ്രധാന സ്റ്റോക്ക് മാർക്കറ്റുകളിൽ വലിയ ഇടിവും രേഖപ്പെടുത്തി. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം നീണ്ടുനിൽക്കാമെന്ന ആശങ്കയും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ ഗതാഗതം തടസ്സപ്പെട്ടതും എണ്ണവില ഉയരുവാൻ കാരണമായി. ലോകത്തെ ഏകദേശം 1/5 എണ്ണ വിതരണവും ഈ കടൽപാതയിലൂടെയാണ് സാധാരണയായി നടക്കുന്നത്. ഏഷ്യൻ വിപണികളിൽ തിങ്കളാഴ്ച രാവിലെ ക്രൂഡ് ഓയിലിന്റെ വില ഏകദേശം 24% ഉയർന്ന $114.74 ഇതോടെ ആഗോള വിപണിയിൽ ഊർജ്ജ വിതരണം വലിയ രീതിയിൽ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നു. ഇതിനിടെ ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കുമെന്നും ഹ്രസ്വകാലത്തെ വിലവർദ്ധനവ് മാത്രമാണ് നിലനിൽക്കുകയെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിലക്കയറ്റത്തോട് പ്രതികരിച്ചു. മിഡിൽ ഈസ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന പൌരന്മാരെ തിരികെ കൊണ്ടുവരുന്നതിനായി സർക്കാർ പ്രത്യേക നടപടികൾ ആരംഭിച്ചു. ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് ദുബായിലേക്കുള്ള പൌരന്മാർക്ക് സർക്കാർ ചാർട്ടർ വിമാനങ്ങളിൽ യാത്ര ചെയ്യുവാൻ ബുക്കിംഗ് പോർട്ടൽ തുറന്നതായി അറിയിച്ചു. കൂടാതെ UAEയിൽ നിന്ന് പോകുവാൻ ആഗ്രഹിക്കുന്ന പൌരന്മാരെ സഹായിക്കുന്നതിനായി സർക്കാർ ഒരു വാണിജ്യ വിമാനം ചാർട്ടർ ചെയ്യുമെന്നും പറഞ്ഞു. ഈ വിമാനയാത്രയ്ക്ക് യാത്രക്കാരിൽ നിന്ന് ഫീസ് ഈടാക്കും. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷ സാഹചര്യത്തിൽ ഏകദേശം 1,60,000 പൌരന്മാരാണ് ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്കോട്ട്ലാൻഡിലെ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ ഗ്ലാസ്ഗോ സെൻട്രൽ സ്റ്റേഷന് സമീപമുള്ള കെട്ടിടത്തിൽ വൻ തീപിടുത്തം. തീപിടുത്തത്തെ തുടർന്ന് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണതായി അധികൃതർ അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് യൂണിയൻ സ്ട്രീറ്റിലെ ഒരു വെബ് ഷോപ്പിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. പിന്നീട് തീ പടർന്ന് ഡീലിസ്റ്റ് ചെയ്ത വിക്ടോറിയൻ കാലത്തെ കെട്ടിടത്തിലേക്ക് പടരുകയായിരുന്നു. മണിക്കൂറുകൾക്കകം ഭാഗികമായി കെട്ടിടം തകർന്നു വീഴുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് സ്റ്റേഷനിലേക്കും സ്റ്റേഷനിൽ നിന്നുമുള്ള എല്ലാ ഹൈ ലെവൽ ട്രെയിൻ സർവീസുകളും റദ്ദാക്കിയതായി നാഷണൽ റെയിൽ അറിയിച്ചു. സ്റ്റേഷൻ അടുത്ത അറിയിപ്പ് വരുന്നതുവരെ അടച്ചിടുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ നടന്ന ഓൾഡ് ഫേം ഡെർബി മത്സരത്തിന് ശേഷം സെൽറ്റിക് FCയുടെയും റേഞ്ചേഴ്സ് FCയുടെയും ടീമുകളുടെ ആരാധകർ തമ്മിൽ സംഘർഷം.
മത്സരത്തിന് ശേഷം സ്റ്റേഡിയത്തിലേക്ക് കടന്നുകയറിയ ആരാധകരുടെ ഏറ്റുമുട്ടലിൽ നിരവധി ആരാധകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. ഐബ്രോക്സ് സ്റ്റേഡിയത്തിലാണ് സംഭവം. സെൽറ്റിക് എഫ്സിയുടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-2 ജയിച്ച് സ്കോട്ടിഷ് കപ്പ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതിന് പിന്നാലെയാണ് ആദ്യം സെൽറ്റിക് ആരാധകർ ആഘോഷമായി മൈതാനത്തേക്ക് ഇറങ്ങിയത്. പിന്നാലെ റേഞ്ചേഴ്സ് എഫ്സിയുടെ ആരാധകരും മൈതാനത്തിലേക്ക് കടന്നുകയറിയതോടെ സംഘർഷമുണ്ടാവുകയായിരുന്നു. UK വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ നിർമ്മാതാവ് ജോബി ജോർജിന് തടവ് ശിക്ഷ. 2 കേസുകളിലായാണ് കൊച്ചിയിലെ പ്രത്യേക PMLA കോടതിയുടെ വിധി. 4 വർഷവും പിഴയായി 66.5 ലക്ഷം രൂപ അടയ്ക്കണമെന്നും കോടതി ഉത്തരവിട്ടു. മൂവാറ്റുപുഴ സ്വദേശി രാജേഷ് മാത്യു, മുളന്തുരുത്തി സ്വദേശികളായ ദമ്പതികൾ എന്നിവരുടെ പരാതിയിലെടുത്ത കേസുകളിലാണ് ജോബി ജോർജിനെ കൊച്ചിയിലെ PMLA കോടതി ശിക്ഷിച്ചത്. UKയിലേക്കുള്ള വിസ ശരിയാക്കി നൽകാമെന്ന വാഗ്ദാനം നൽകി 2011 2 തവണയായി 50 ലക്ഷം രൂപയാണ് രാജേഷ് മാത്യുവിൽ നിന്ന് ജോബി കൈപ്പറ്റിയത്. വാഗ്ദാനം പാലിക്കാതിരുന്നതോടെ 2012-ൽ പണം തിരികെ ചോദിച്ചെങ്കിലും 25 ലക്ഷം രൂപയുടെ ചെക്ക് നൽകി മടങ്ങി. തുടർന്നാണ് രാജേഷ് മാത്യു പരാതി നൽകിയത്. UKയിൽ ബിസിനസ് പങ്കാളിത്തവും സ്റ്റുഡന്റ് വിസയും വാഗ്ദാനം ചെയ്താണ് മുളന്തുരുത്തി സ്വദേശികളായ ബിജു വർഗീസ്, ഭാര്യ ഡാലി ബിജു എന്നിവരിൽ നിന്ന് ജോബി ലക്ഷങ്ങൾ തട്ടിയത്. സ്കോട്ട്ലൻഡ് മലയാളി കൾച്ചറൽ കമ്മ്യൂണിറ്റിയുടെ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ വനിതാ ദിനം ഫെമിനിയ ഫസ്റ്റ് സംഘടിപ്പിച്ചു. ഗ്ലാസ്ഗോയിലെ സെയിന്റ് ആംബ്രോസ് പള്ളിയുടെ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഓൺ കോൾ കെയർ സർവീസിന്റെ മാനേജിംഗ് ഡയറക്ടർ നിഷ പ്രമോദ് നിർവഹിച്ചു. ചടങ്ങിൽ വനിതാ വേദിയുടെ പ്രസിഡന്റ് സ്മിത രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സ്കോട്ട്ലൻഡ് മലയാളി കൾച്ചറൽ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് സുനിൽ പായ്പാട് ആശംസകൾ അർപ്പിച്ച് ചടങ്ങിൽ സംസാരിച്ചു. അനു മാത്യു സ്വാഗതവും രേഷ്മ പിള്ള നന്ദിയും അറിയിച്ചു. തുടർന്ന് നടന്ന കുക്കിംഗ് മത്സരത്തിൽ 1ാം സ്ഥാനം ഡോക്ടർ സൌഭാഗ്യയും 2ാം സ്ഥാനം സ്മിത രഞ്ജിത്തും കരസ്ഥമാക്കി. വനിതകൾക്ക് വേണ്ടിയുള്ള പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം നീതു ചെറിയാനും 2ാം സ്ഥാനം ദീപ്തി റോസ് മാത്യുവും 3ാം സ്ഥാനം അഖില രഞ്ജിത്തും കരസ്ഥമാക്കി. വനിതകൾക്ക് വേണ്ടിയുള്ള ഫോട്ടോഗ്രാഫി മത്സരത്തിൽ രേഷ്മ പിള്ള 1ാം സ്ഥാനം കരസ്ഥമാക്കി. തുടർന്ന് ഡാൻസ്, പാട്ട്, DJ തുടങ്ങി വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിഭവസമൃദ്ധമായ ഡിന്നറോടുകൂടി വനിതാ ദിനം സമാപിച്ചു. 2020 ലോകകപ്പിലെ താരമായതിനു പിന്നാലെ മലയാളി താരം സഞ്ജു സാംസണിന് വരവേൽപ്പൊരുക്കാൻ കേരള സർക്കാർ. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണം തിരുവനന്തപുരത്ത് നടത്തും. താരത്തിന്റെ കൂടി സൌകര്യം പരിഗണിച്ച ശേഷം സ്ഥലവും സമയവും തീരുമാനിക്കും. പരിപാടിയുടെ ഏകോപന ചുമതല മന്ത്രി വി ശിവൻകുട്ടിക്കായിരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.